ജാസ്മിനെ അങ്ങ് വറുത്തു കോരി ലാലേട്ടൻ. എണ്ണച്ചട്ടിയിലെടുത്ത് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പൊരിച്ചെടുത്തു ലാലേട്ടൻ. യാതൊരു സംശയവും വേണ്ട. അവിടെ പറഞ്ഞ കാര്യം, ജയിലിൽ പോയ സമയത്തുണ്ടായ കാര്യങ്ങൾ എണ്ണി ലാലേട്ടൻ ഓരോന്നും ചോദിച്ചു. ജാസ്മിനും നോറയും ജയിലിൽ പോയ സമയത്ത് അതിനിടയിൽ ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് എന്തിന് ഗബ്രി വന്നു, അതിനിടയിൽ ഇവരെന്തിന് ഹഗ് ചെയ്തു, അത് ചെയ്തത് തെറ്റല്ലേ എന്ന് അവിടെ ഗബ്രിയുടെ അടുത്തും ചോദിച്ചു, ജാസ്മിന്റെ അടുത്തും ചോദിച്ചു. ആ രണ്ടുപേരും ചെയ്തത് വലിയ തെറ്റാണ്, അതുകൊണ്ട് വാണിംഗ് എന്ന് ലാലേട്ടൻ അവിടെ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ജയിലിൽ ഇരിക്കുന്നവർക്ക് എന്തിന് പുറത്തു നിന്നുള്ള ഭക്ഷണം കൊണ്ടു കൊടുത്തു എന്ന് അവിടെ റസ്മിന്റെ അടുത്ത് എടുത്തു ചോദിച്ചു. റസ്മിനെ വഴക്ക് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, റസ്മിന്റെ അടുത്ത് ചോദിക്കൂ, എന്തിനു കൊണ്ടുകൊടുത്തു എന്ന് ചോദിക്കൂ പവർ ടീമിലെ ആരെങ്കിലും എന്ന് പറഞ്ഞു. ആ സമയത്ത് റസ്മിൻ പറഞ്ഞു, കഴിഞ്ഞ വീക്കൊക്കെ അവിടെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് എന്ന് റസ്മി പറഞ്ഞു. പക്ഷെ ലാലേട്ടൻ സമ്മതിച്ചില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന് നിബന്ധനയുള്ളതാണ്, പിന്നെന്തിനു കൊടുത്തു എന്നെനിക്ക് അറിയണം എന്നവിടെ കൃത്യമായി അവിടെ ലാലേട്ടൻ പറഞ്ഞു. പോരാത്തതിനെ ജയിലിൽ കിടന്ന് എത്ര വൃത്തികെട്ട ഭാഷയാണ് ജാസ്മിൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ഭാഷയ്ക്ക് ഇവിടെ പറ്റില്ല, ഈ ഒരു തരത്തിൽ ഇവിടെ സംസാരിക്കാൻ പാടില്ല, ഇവിടെ പേര് വിളിക്കാം, അല്ലാതെ എടാ പോടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത് എന്നൊരു കാര്യവും ലാലേട്ടൻ അവിടെ പറഞ്ഞു. ഒരു തരത്തിലും ജാസ്മിനോട് പറയാനായിട്ട് സമ്മതിച്ചില്ല. ജാസ്മിന് വറുത്തു കോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തു കോരി. ജയിലിലുണ്ടായ സംഭവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ലാലേട്ടൻ അവിടെ കൊടുത്തു. ഗബ്രീനെ ചോദ്യം ചെയ്തു, റസ്മിനെ ചോദ്യം ചെയ്തു, നോറയെ ചോദ്യം ചെയ്തു, ജാസ്മിനെ ചോദ്യം ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ വറുത്തു കോരിയത് ജാസ്മിനെ തന്നെയായിരുന്നു. ജയിലിൽ കിടന്ന പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല, ഇനി മേലാക്കം ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വറുത്തു കോരി എന്ന് പറയാം ജാസ്മിൻ ലാലേട്ടൻ.